മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിൽ സൈബർ തട്ടിപ്പ്. ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ധൻ യോജന പദ്ധതി എന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. വടക്കേക്കര സ്വദേശിക്ക് 2499 രൂപയാണ് നഷ്ടമായത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, കോൺഗ്രസിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളൊന്നായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഒന്നാണ് ഒരു ഫാമിലിക്കുള്ള പൂർണ്ണ ഇൻഷുറൻസ്. അത് പ്രഖ്യാപനത്തിലെത്തിയിട്ടേ ഉള്ളൂ, നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല. അതിന് മുൻപ് തന്നെ ഈ തട്ടിപ്പുകാർ രംഗത്ത് ഇറങ്ങിയോ? ഇത്തരത്തിലൊരു പരസ്യം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ധൻ യോജന പദ്ധതി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിലുള്ളതാണ്. ധൻ യോജന പദ്ധതി പ്രകാരം ഒരാള് 2499 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ 5000 രൂപ ലഭിക്കും. അക്കൗണ്ടിൽ 5000 രൂപ ലഭിക്കും. ഇത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ടാണ് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യാപകമായിട്ടുള്ള ഒരു പരസ്യം ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിക്കുന്നത്. ഇത് കണ്ടാണ് വടക്കേക്കര സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അയാളുടെ അക്കൗണ്ടിൽ നിന്നും 2499 രൂപ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നീട് വളരെയേറെ നേരം ദിവസങ്ങൾ കാത്തിരുന്നിട്ടും ഈ 5000 രൂപ ലഭിക്കാത്തതോടുകൂടിയാണ് ഇത് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാകുകയും പിന്നീട് ആലുവ സൈബർ പോലീസിന് പരാതി നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ഇതാരാണ് ഇതിന് പിന്നിലെന്നും ഇതിൽ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരായിട്ടുള്ള അന്വേഷണമൊക്കെ വ്യാപകമായി തന്നെ പോലീസ് നടത്തുന്നുണ്ട്. ഇതുപോലെ നിരവധി പേർ തട്ടിപ്പിനിരയായി എന്നൊരു സംശയം കൂടി പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇത്തരത്തിലൊരു പദ്ധതിയുടെ പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലേക്കോ ഒന്നും എത്തിയിട്ടുമില്ല. അതൊരു പ്രഖ്യാപനമായി മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ആരും വിശ്വസിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ സൈബർ പോലീസ് നൽകുന്നത്. നമുക്കറിയാം, നിരവധി ഇതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പേരിലും അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ഒക്കെ പേരിൽ നിരവധി തട്ടിപ്പുകൾ സ്ഥിരമായി നമ്മൾ കാണുന്നുണ്ട്. അതിന് ഏറ്റവും ഒടുവിലായിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ തന്നെ ഒരു യുവാവിനാണ് പണം നഷ്ടമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2499 രൂപ ഇവർ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ ഓരോ വീട്ടിലെയും ഓരോ അംഗങ്ങൾക്ക് 5000 രൂപ വീതം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെ ആ ഇൻഷുറൻസ് ക്ലെയിമിന്റെ പേരിലായിരുന്നു ഇപ്പോൾ തട്ടിപ്പ് നടത്തിയതും യുവാവിന് പണം നഷ്ടമാവുകയും ചെയ്തത്. അങ്ങനെ നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായി എന്നൊരു സംശയമാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്നതും. രഞ്ജിത്ത്. ശരി നവമി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.